തൃശൂർ കുതിരാനിലിറങ്ങിയ ഒറ്റയാനെ തുരത്താൻ അടിയന്തര ദൗത്യവുമായി വനം വകുപ്പ്. വയനാട്ടിൽ നിന്ന് 2 കുങ്കിയാനകളെ തൃശൂരിലെത്തിച്ചു. അപകടകാരിയായ ഒറ്റയാനെ കാട് കയറ്റി സോളാർ സ്ഥാപിക്കാനാണ് നീക്കം. നടരാജ് പരശുരാം ചേരുന്നു ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ. നടരാജ്, ഇപ്പോൾ ഇത് കുറച്ച് ദിവസമായി ഈ പ്രദേശത്ത് ഭീതി പരത്തി ഒറ്റയാൻ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് പിടിതരാതെ. ഇപ്പോൾ കുങ്കിയാനകളെ സ്ഥലത്ത് എത്തിച്ചോ, ദൗത്യം തുടങ്ങിയോ? അതുപോലെ തന്നെ കുങ്കിയാനകൾക്ക് ഈ ദൗത്യത്തിന് കഴിഞ്ഞില്ലെങ്കിൽ പ്ലാൻ ബി ആയി മയക്കുവടി വെക്കാമെന്നൊക്കെ വനംവകുപ്പ് പറഞ്ഞിരുന്നു. ഇപ്പോഴും അതേ നിലപാടിൽ തന്നെയാണോ വനംവകുപ്പ്? ശരിയാണ്, അങ്ങനെ തന്നെയാണ് വനംവകുപ്പ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇന്നലെയാണ് വയനാട്ടിൽ നിന്നും കുങ്കിയാനകൾ പുറപ്പെട്ടത്. ഇന്ന് പുലർച്ചോടുകൂടിയാണ് കുതിരാനിൽ ഈ കുങ്കിയാനകൾ എത്തിച്ചത്. വിക്രം, ഭരത് എന്നീ പേരുള്ള 2 കുങ്കിയാനകളാണ് കുതിരാനിൽ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 1 മാസത്തിലേറെയായി കുതിരാൻ ഭാഗത്ത് ഒറ്റയാന്റെ ശല്യം വളരെ രൂക്ഷമാണ്. ഒരു വനം വാച്ചറെ വലിയ രീതിയിൽ ഒറ്റയാൻ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷവും പ്രദേശത്ത് പലപ്പോഴും ഈ ഒറ്റയാൻ വിലസുന്ന സംഭവം ഉണ്ടായി. വീടുകളിൽ ആക്രമിക്കുകയും മറ്റൊക്കെ ചെയ്ത് ഈ വനം വാച്ചറൊക്കെ തന്നെ ഒറ്റയാന്റെ ആക്രമണത്തിൽ നിന്നും തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്. ഈ ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം AI ക്യാമറകൾ സ്ഥാപിക്കുകയും മറ്റു പരിശോധനകൾ നടത്തുകയും ഒക്കെ തന്നെ വനം വകുപ്പ് ചെയ്തത്. ആനയുടെ ആരോഗ്യത്തിന് പ്രശ്നമില്ല എന്ന കാര്യം സ്ഥിരീകരിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഒരു ദൗത്യവുമായി മുന്നോട്ട് പോകാം എന്ന തീരുമാനത്തിലേക്ക് വനം വകുപ്പ് എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ച വനമന്ത്രി AK ശശീന്ദ്രൻ ഇവിടെ വരികയും പ്രദേശവാസികളുമായി സംസാരിക്കുകയും ചെയ്യാവുന്നതെല്ലാം ചെയ്യുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ഓപ്പറേഷൻ മുന്നോട്ട് പോകുന്നത് എന്ന് പറയാം. എന്തായാലും ഇക്കാര്യത്തിലൊരു തീരുമാനം വന്നു കഴിഞ്ഞു. ഈ കുങ്കിയാനകൾ ഉപയോഗിച്ച് ആനയെ കാട്ടിലേക്ക് തുരത്തി ഫെൻസിംഗ് സ്ഥാപിക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. നടരാജ് പരശുരാമാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും കുങ്കിയാനകളെ സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട്. സോളാർ ഫെൻസിംഗ് ഒക്കെ സ്ഥാപിക്കാനാണ് വനം വകുപ്പിന്റെ തീരുമാനം. ഇടവേള.